Come on. നീ അങ്ങോട്ട് അങ്ങനെ ഒഴിക്കുന്നുണ്ടല്ലോ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. നിങ്ങളിപ്പോൾ കാണുന്നത് തേപ്പൂട്ടിയിൽ എങ്ങനെ മുട്ട പൊരിക്കാം എന്നതിനെ പറ്റിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിഗംഭീരമായിട്ടാണ് ഇവിടെ മുട്ട പൊരിക്കൽ നടക്കുന്നത്. തേപ്പൂട്ടിയിൽ നമ്മൾക്ക് മുട്ട പൊരിക്കാൻ സ്പൂണിട്ട് ഇളക്കാതെ എന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാവും പാട് വെട്ട്. ഇതാ എന്നെ കൂടെ നാളെ ഇത് രഞ്ജിത്താണ് ഇത്ര ഇതായിട്ടിരിക്കുന്നത്. അതൊന്നും കാണുന്നില്ല. രാഹുൽ ഭയങ്കര കുക്കിംഗ് ആണെന്നാണ് അവനിവിടെ തെളിയിക്കുന്നത്. അളി നമുക്ക് നല്ല സ്പീഡുണ്ടല്ലോ ഇവിടെ. ഇതുവരായിട്ട് ഇത്ര ഇവനീ സ്ഥിതിക്ക് വല്ല പ്രൊഫഷണൽ ആയ എന്തോ അളി വീണില്ല. ഇനിയിപ്പോ ഇതൊക്കെ ഒഴിച്ചാൽ അവൻ ബാലൻസ് ചെയ്തോളും. ഇതാ ഒരു മുട്ടയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളൻ പുകൾ പോകുന്നത് കണ്ടു. കുളിക്കരുത് കേടാ. ഇതാണ് ഞങ്ങളുടെ അല്ല തവി. വെച്ചാണ് ഞങ്ങൾ മുട്ട ഇളക്കുന്നത്. തിരിച്ചിട്ടാൻ പോകുന്നു. യെസ്, കറണ്ടിൽ കൊടുത്തേക്കുന്ന ഒരു സീനാണ് കാണുന്നത്. അടുത്തത് 2 മിനിറ്റത്തേക്ക് ഓഫ് ആകും. എണ്ണ ഒഴിക്കുന്ന സീനാണ് കാണുന്നത്. പാരച്യൂട്ട് കോക്കനട്ട് ഓയിൽ വെച്ച് നല്ല മുട്ടകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അത്ര മതിന്റെ മണ്ടക്കിനെ ഒന്ന് കാണിച്ചേക്കട്ടെ. ഉച്ചക്കത്തേക്കുള്ള കൂട്ടാൻ വേണ്ടിയുള്ള ഈ ഞങ്ങൾ 4 പേര് കഷ്ടപ്പെടുന്നത്. സ്പൂൺ കൊണ്ട് അവനെ ഇളക്കി മുട്ട തിരിച്ചിടാൻ കണ്ടോ. കണ്ട ആ ഇളക്കിന്റെ ആ സ്റ്റൈല് കണ്ടോ. പ്രൊഫഷണൽ ടച്ചോട് കൂടിയാണ് അവൻ്റെ ചെയ്യുന്നത്. ഓ ഇതാ മുട്ട ചരിച്ചിട്ടിരിക്കുന്നു. മലത്തിട്ടേക്കുന്നു. യെസ്, നെക്സ്റ്റ് കോക്കനട്ട് ഓയിൽ. ഇത് തിന്നുന്ന ആദ്യം ആരാ? ഞാൻ. മതി. ഇത് എല്ലായിടത്തും ചെല്ലുന്നാലേ ഈ സാധനം ഇളകി പിടിക്കുന്നുള്ളൂ. ഓ ആ പൂണ് പിടിക്കും മനുഷ്യ. പിന്നെ കാണിച്ചില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സാധനം ഞാൻ നോക്കിക്കോളാം. നീ കഴിക്കല്ലേ, നീ എന്നെ അറപ്പിക്കാതെ മനുഷ്യ. തേപ്പൊടി നല്ല ചൂടിലാണ്, അതാണ് ഇങ്ങനെ തിളക്കുന്നത്. വൃത്തിയായിട്ട് എങ്ങനെയുണ്ടല്ലേ? പാരച്യൂട്ട് കോക്കനട്ട് ഓയിലിന് വല്ല രുചിയുണ്ടോ? അത് മാത്രമേ ഉള്ളൂ. നിങ്ങളാരെങ്കിലും ടെസ്റ്റ് ചെയ്താൽ മതി, ഞാൻ പിന്നെ തിന്നോളാം. പെർഫ്യൂം ബുൾസൈ. നല്ല പേര്. ജാസ്മിൻ കോക്കനട്ട് ഓയിൽ ബുൾസൈ. കാണുന്നില്ല. അതാ കൊണ്ടുപോയി അങ്ങോട്ട്. നീ അങ്ങനെ തേച്ച് പിടിപ്പിക്കാതെ. മതി കാമത്ത്. ഗോൾഡ് മില്ലറിന്റെ എണ്ണ മതിയല്ലോ. 1 ലിറ്റർ മേടിച്ചോണ്ടോ? നീ അപ്പുറത്തുനിന്ന് കാടമുട്ട മേടിക്കാനെ. എണ്ണ മേടിച്ചാൽ പാരച്ചൂട്ടിന്റെ ചെറിയ ബാഗ് മേടിച്ചാൽ മതി. ഇതിപ്പോ ഈ ഓയിൽ ഒഴിച്ചില്ല. ഓയിലില്ലാതെ നോക്കാം. ഓയിലില്ല എന്താ പറ്റുന്നേ, സംഭവിക്കുന്നേ അവിടെ? ഇതെങ്ങാണ്ട് ഇതിന്റെ അടിയിൽ കൂടെ ഒക്കെ പോയിട്ട് കറണ്ടൊക്കെ ആയിട്ട് തിരിച്ചു പറഞ്ഞോ. ഞാൻ അങ്ങോട്ട് വീഴാതെ കുറച്ചു നേരം നോക്കുമ്പോ അവർ ഇങ്ങോട്ട് തട്ടി ഇടും. ഇളക്കടാ എണ്ണയില്ല.
മന്ത്രമായിരുന്നു. കെട്ടുപോയോ? ലൈറ്റ് കെട്ടോ? ചൂടാവുന്നില്ലല്ലോ. കട്ട് ചെയ്യിപ്പോ. മതി, എണ്ണ ഒഴിച്ചില്ല അതാ. എണ്ണ ഒഴിച്ചാലും കുഴപ്പമില്ല. ആ ഇത് സാധനം ഉള്ളതുകൊണ്ട് പെയിന്റ് പോലത്തെ നോൺ സ്റ്റിക്ക് പാത്രമല്ലേ. ഷർട്ട് വെക്കണം വിചാരിച്ചു. ഇതോടെ ഇവിടുത്തെ മുട്ട മത്സരം തീർന്നിരിക്കുകയാണ്.